ഇതെൻ്റെ മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. രാവിലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ക്ലൈമറ്റ് അങ്ങ് ചതിച്ചു. നല്ല സൂപ്പർ മഴയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നല്ല സൂപ്പറായിട്ട് മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അതങ്ങ് തോർന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു ഇന്നിനിപ്പോൾ നടത്തൊന്നും വേണ്ട, നല്ല അന്തസ്സായിട്ടൊരു ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കിളിയുടെ കരച്ചിലൊക്കെ കേട്ട് നിന്ന് ചായ കുടിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴാണ് എൻ്റെ ഒരു ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ അറിയാം, എനിക്ക് OCD എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. ഈ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫ്രണ്ടിലത്തെ ഹാള് ഇതെല്ലാം എനിക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊക്കെ എൻജോയ് ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 40 ഇയേഴ്സോളം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ രീതിയൊക്കെ ഈ വീടിനകത്ത് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ക്ലീനിങ് പ്രോഗ്രാമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം എനിക്കിങ്ങനെ അതിൻ്റെ ആ ഒരു രീതിക്ക് ഇങ്ങനെ ചെയ്ത് വെക്കണം. ഇത് ഞങ്ങളുടെ കുഞ്ഞു പൂജാമുറിയാണ് കേട്ടോ. അമ്മ രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ട് അവിടെ ഒതുക്കി വെച്ചേക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഈ ഹാളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു റൂമും കൂടി ഉണ്ട്. അവിടെ അച്ഛൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ട് കയറാഞ്ഞത്. ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്റൂം. അപ്പോൾ എൻ്റെ ബെഡ്റൂം ഞാൻ രാവിലെ ലൈറ്റായിട്ടൊന്ന് ഒതുക്കിയായിരുന്നു. എന്നാലും എനിക്കിങ്ങനെ ക്ലീനാക്കി കിടക്കണം. എപ്പോഴാണെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ റൂമിൽ വന്ന് കയറുമ്പോൾ എന്താണ് ആ ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും റൂമായാലും എൻ്റെ ഹോളായാലും എല്ലാം ക്ലീൻ ചെയ്ത് തന്നെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആഷ് ആൻഡ് വൈറ്റ് കേർട്ടൺ അത് എൻ്റെ സെലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം കെയർ ഞാൻ കൊടുക്കാറുണ്ട്. അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയും പൊടി പറ്റിയോ എന്നൊക്കെ നോക്കിയും. ഇതൊരു ബോട്ടിലാണ് കേട്ടോ. അതിനകത്ത് ലൈറ്റ് കത്തും. ചുമ്മാ വെറുതെ കത്തിച്ച് വെച്ചാണ് കേട്ടോ, വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും വീഡിയോ എടുക്കുന്നില്ലേ, അപ്പോൾ കത്തിച്ച് വെക്കാമെന്ന് വെച്ചു. ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ്. ഇവിടെ നിന്ന് നല്ല രസമാണ് കേട്ടോ മഴയൊക്കെ പെയ്യുന്നത് കാണാനായിട്ട്. ഈ റൂമിലെ ജനലൊക്കെ തുറന്നിട്ട് ഞാനിങ്ങനെ മറ്റേ നമ്മുടെ ശോഭനയുടെ പാട്ടുണ്ടല്ലോ, പലവട്ടം പൂക്കാലും, അതൊക്കെ വെറുതെ നിന്ന് പാടാറുണ്ട് ചുമ്മാ തമാശയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ അമ്മ ഇവിടെ ദോശ ചുട്ടുകൊണ്ട് നിന്നതായിരുന്നു. അപ്പോൾ അപ്പുറത്തോട്ട് പോയ സമയത്ത് ഞാനതിങ്ങ് വാങ്ങി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അപ്പോൾ എന്തൊക്കെയോ അവിടെ കുളമാവുന്ന ലക്ഷണം കാണുന്നത് മനസ്സിലായല്ലോ. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സൂപ്പറായിട്ട് ചെയ്യാറുണ്ട്. ഇതിനിടയിൽ അമ്മ വന്നു. അമ്മയുടെയും വീഡിയോ ഒന്ന് ലൈറ്റായിട്ട് കാണിച്ചാണ് കേട്ടോ. പിന്നെ എന്നിട്ട് ഞങ്ങളിതേ നല്ല സൂപ്പറായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ദോശയും ചമ്മന്തിയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.